ഹമാസ് തടവിലാക്കിയ മുഴുവൻ ഇസ്രായേലി ബന്ദികളും തിരികെ നാട്ടിലേക്ക്. ഇത് സംബന്ധിച്ച വിവരം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ടത്. ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ടുള്ള അറിയിപ്പിന്റെ അവസാന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് അവസാനിപ്പിക്കുന്നത്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിച്ചത്. ഇതിന്റെ ഭാഗമായി ഇസ്രായേലി ബന്ദികളുടെ കുടുംബാംഗങ്ങളെയും ട്രംപ് നേരിട്ട് വിളിച്ചിരുന്നു. 20-ദിന ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചതായാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഹമാസ് ഉടൻ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കും. ഇതിനു പകരമായി ഇസ്രായേൽ അവരുടെ സൈന്യത്തെ ഇരുകൂട്ടരും അംഗീകരിക്കുന്ന മേഖലയിലേക്ക് പിൻവാങ്ങും. ശക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടാണിതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. ഹമാസ് ആക്രമണം നടത്തിയതിന്റെ 2-ാം വാർഷികത്തിന് തൊട്ടുപിന്നാലെയാണ് ഈ പ്രഖ്യാപനം. വെടിനിർത്തൽ എത്രയും വേഗം നടപ്പാക്കാനും ബന്ദികളുടെ മോചനം വേഗത്തിലാക്കാനുമായി ട്രംപിന്റെ പ്രത്യേക പ്രതിനിധികൾ ഉടൻ ഈജിപ്തിലേക്കെത്തും. സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയ ഖത്തർ, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥർക്ക് ട്രംപ് നന്ദി അറിയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ അഭിനന്ദിക്കുകയും കരാർ അംഗീകരിക്കുന്നതിനായി സർക്കാർ യോഗം ചേരുമെന്നും ബന്ദികളുടെ മോചനം ശനിയാഴ്ച ആരംഭിക്കുമെന്നും സൂചന നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഇസ്രായേലും ഗാസയിലും വൻ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. Thank you very much, everybody. You did it! You did it! Thank you! This is amazing. Mr. President, we believe in you. We know you've done so much for us over the past, since you became a president, and even before that. And we trust you fulfill the mission until every hostage, every 48 of the hostages are home. Thank you so much. Blessed be the peacemakers. God bless you, Mr. President. God bless America. Thank you very much. You just take care of yourselves. The hostages will come back. They're all coming back on Monday. All